അപ്പോൾ ഇന്ന് ഞാൻ ലൈവ്സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് calving to the date of next conception is called. Option A, inter-calving period. Option B, dry period. Option C, lactation period. Option D, service period. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സർവീസ് പീരീഡ്. As per the breeding policy of Kerala, the preferred exotic inheritance of cross-bred cattle is option A 95%, option B 75%, option C 50%, option D 25%. Correct answer option C ആണ് 50%. അടുത്ത ക്വസ്റ്റ്യൻ, colostrum is fed to the calves based on the body weight at the rate of option A 1/4, option B 1/15, option C 1/10, option D 1/8. Correct answer 1/10, that is option C. Next question, dairy utensils should be made preferably by option A iron, option B copper, option C aluminium, option D bronze. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അലൂമിനിയം ആണ്. ഡയറി അറ്റൻസിൽസ് മെയ്ഡ് ചെയ്യുന്നത് അലൂമിനിയം വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയലുവൻറ്റ് യൂസ്ഡ് ഇൻ ഡീപ് ഫ്രീസിംഗ് സെമൻ പ്രിസർവേഷൻ ടെക്നിക്ക് ഈസ് option A EYC, option B CME, option C liquid nitrogen, option D TRIS. So the diluent used in deep freezing semen preservation technique is TRIS, option D. At the question, artificial insemination was first attempted in India by option A Dr. Sambat Kumar, option B Dr. Varghese Kurian, option C Dr. Banerjee, option D none. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ സമ്പത്ത് കുമാറാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് സ്റ്റാൻഡിംഗ് സ്പേസ് പ്രൊവൈഡഡ് ഫോർ കാറ്റിൽ ഇൻ എ കാറ്റിൽ ഷെഡ് ഈസ് ഓപ്ഷൻ എ 1 മീറ്റർ, ഓപ്ഷൻ ബി 1.5 to 1.7 മീറ്റർ, ഓപ്ഷൻ സി 1 to 1.02 മീറ്റർ, ഓപ്ഷൻ ഡി 1.8 മീറ്റർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1.5 to 1.7 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോക്സിക് കണ്ടന്റ് പ്രസൻറ്റ് ഇൻ സുബാ ബുൾ ഈസ് ഓപ്ഷൻ എ ഹൈഡ്രോസയനിക് ആസിഡ്, ഓപ്ഷൻ ബി മിമോസിൻ, ഓപ്ഷൻ സി ഗോസിപ്പൂൾ, ഓപ്ഷൻ ഡി അഫ്ലാടോക്സിൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മിമോസിൻ ആണ് ടോക്സിക് കണ്ടന്റ് പ്രസൻറ്റ് ഇൻ സുബാ ബുൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ഓഫ് LT മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ ഈസ് option A 60 degrees Celsius for 30 seconds, option B 72 degrees Celsius for 15 minutes, option C 72 degrees Celsius for 15 seconds, option D 63 degrees Celsius for 30 minutes. അപ്പോൾ LT മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ ആൻഡ് ടൈം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ് ആണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് HTST പാസ്ചറൈസേഷൻ, അതായത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചറാണ് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം. പല എക്സാമിൻസിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് LT മെത്തേഡും HTST മെത്തേഡിൻ്റെയും ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ഹേ ഈസ് എബൌട്ട് ഓപ്ഷൻ എ 65%, ഓപ്ഷൻ ബി 85%, ഓപ്ഷൻ സി 15%, ഓപ്ഷൻ ഡി 25%. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ഹേ ഈസ് എബൌട്ട് ഓപ്ഷൻ സി ആണ്, 15% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ യങ് വൺ ഓഫ് എ റാബിറ്റ് ഹൂസ് ഐസ് ആർ നോട്ട് ഓപ്പൺ ഈസ് കോൾഡ് ഓപ്ഷൻ എ ബഗ്, ഓപ്ഷൻ ബി കിറ്റ്, ഓപ്ഷൻ സി കിറ്റ്, ഓപ്ഷൻ ഡി ബണ്ണി. അപ്പം യങ് വൺ ഓഫ് എ റാബിറ്റ് ഹൂസ് ഐസ് ആർ നോട്ട് ഓപ്പൺ, അതിനെ വിളിക്കുന്ന പേര് കിറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ട്രോങ് ടെൻഡൻ അറ്റാച്ച്ഡ് ടു ദ പോയിന്റ് ഓഫ് ഹോക്ക് is called option A stifle, option B hind cannon, option C hamstrung, option D coronate. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹാംസ്ട്രങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടഫ് ഇൻഇലാസ്റ്റിക് സ്ട്രക്ചേഴ്സ് വിച്ച് ഹെൽപ്സ് ദ മസിൽസ് ടു അറ്റാച്ച് ദ ബോൺസ് ആർ കാൾഡ് ഓപ്ഷൻ എ ഫൈബേഴ്സ്, ഓപ്ഷൻ ബി കാർട്ടിലേജ്, ഓപ്ഷൻ സി ഫാസിയ,
ഓപ്ഷൻ ഡി ടെൻഡൻസ്. അപ്പോൾ ടെൻഡൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Tendons are the tough inelastic structures ആണ് which helps the muscles to attach the bones. മസിൽസിനെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ടെൻഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കാൽസ് കൊളസ്ട്രം ബൈപാസസ് റൂമൻ ആൻഡ് റെറ്റിക്കുലം ടു റീച്ച് അബോമാസം ത്രൂ. ഓപ്ഷൻ എ റുമിനോ റെറ്റിക്കുലർ ഫോൾഡ്, ഓപ്ഷൻ ബി ഇസോഫാഗിയൽ ഗ്രൂവ്, ഓപ്ഷൻ സി റെറ്റിക്കുലോ ഒമാസൽ ഓറിഫൈസ്, ഓപ്ഷൻ ഡി കാർഡിയ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇസോഫാഗിയൽ ഗ്രൂവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ ബ്രൂഡിംഗ് ദ ചിക്സ് ഈസ്. ഓപ്ഷൻ എ 1 watt per chick, ഓപ്ഷൻ ബി 3 watt per chick, ഓപ്ഷൻ സി 0.5 watt per chick, ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 watt per chick ആണ് ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ ബ്രൂഡിംഗ് ദ ചിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ബ്രീഡ് ഓഫ് റാബിറ്റ് which evolved in England. Fur is white and skin is albino, eye is red, adult weight is 4.5 to 5 kg. അപ്പോൾ ഇങ്ങനെയുള്ള റാബിറ്റ് ഏത് ബ്രീഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സോവിയറ്റ് ചിൻചില, ഓപ്ഷൻ ബി ഗ്രേ ജെയിൻറ്റ്, ഓപ്ഷൻ സി അങ്കോറ, ഓപ്ഷൻ ഡി ന്യൂസിലൻഡ് വൈറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് വൈറ്റ് ആണ്. ഇംഗ്ലണ്ടിലാണ് ഇവോൾവ് ചെയ്തത്. ഫർ വൈറ്റ് ആണ്, സ്കിന്ന് ആൽബിനോ ആണ്, ഐ എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, അഡൾട്ട് വെയിറ്റ് ഏകദേശം 4.5 to 5 kg ആണ് ന്യൂസിലൻഡ് വൈറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രാസ് വിച്ച് ത്രൈവ്സ് വെൽ ഇൻ വാട്ടർ ലോഗ്ഡ് ഏരിയ ഈസ്. ഓപ്ഷൻ എ പാരാഗ്രാസ്, ഓപ്ഷൻ ബി ഗുനിയ ഗ്രാസ്, ഓപ്ഷൻ സി കോങ്കോ സിഗ്നൽ, ഓപ്ഷൻ ഡി സിഗ്നൽ ഗ്രാസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ഗ്രാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡക്ക് എഗ്സ് സെലക്ടഡ് ഫോർ ഹാച്ചിങ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ്. ഓപ്ഷൻ എ 20 degrees Celsius for 80% humidity, ഓപ്ഷൻ ബി 14 degrees Celsius 80% humidity, ഓപ്ഷൻ സി 15 degrees Celsius 75% humidity, ഓപ്ഷൻ ഡി 10 degrees Celsius 75% humidity. അപ്പോൾ ഡക്ക് എഗ്സ് സെലക്ടഡ് ഫോർ ഹാച്ചിങ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ടെമ്പറേച്ചർ ഓഫ് 14 degrees Celsius for 80% humidity ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ യങ് ചിക്സ് ദ മിനറൽ ലൈക്ലി ടു ബി ഡെഫിഷ്യൻറ്റ് ഈസ്. ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി മാംഗനീസ്, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി സെലീനിയം. അപ്പോൾ യങ് ചിക്സിൽ ഏത് മിനറലാണ് ഡെഫിഷ്യൻ്റായിട്ട് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി മാംഗനീസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഇൻഹിബിറ്റ് ഓർ ഡിസ്ട്രോയ് മൈക്രോബ്സ് ഓൺ എ ലിവിങ് ടിഷ്യൂ. ഓപ്ഷൻ എ ഡിസ്ഇൻഫെക്റ്റൻറ്റ്, ഓപ്ഷൻ ബി ആൻറ്റിസെപ്റ്റിക്, ഓപ്ഷൻ സി സാനിറ്റൈസർ, ഓപ്ഷൻ ഡി മിസ്ലിനിയസ് ഏജൻറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് ആണ് അല്ലേ. ആൻറ്റിസെപ്റ്റിക് എന്താണ്? ലിവിങ് ടിഷ്യൂവിൽ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത് സർഫസ് സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അനിമൽ വിച്ച് ഹാവ് ഓൾ ടീത്ത് ഫാളൺ ഓഫ് ആർ. ഓപ്ഷൻ എ ഗമ്മേഴ്സ്, ഓപ്ഷൻ ബി ബ്രോക്കൺ മൗത്ത്, ഓപ്ഷൻ സി ഏജ്ഡ് അനിമൽസ്, ഓപ്ഷൻ ഡി ഫുൾ മൗത്ത്. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് ബേർഡ്സ് അങ്ങനൊരു സെക്ഷനിൽ നമ്മൾ ഓരോന്നും പറഞ്ഞിരുന്നു, ഓരോ ടേമിൻ്റെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഗമ്മേഴ്സ് ആണ് അനിമൽസ് വിച്ച് ഹാവ് ഓൾ ടീത്ത് ഫാളൺ ഓഫ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഡ്രൈ മാറ്റർ റിക്വയർഡ് ഓഫ് കാറ്റിൽ ബേസ്ഡ് ഓൺ ബോഡി വെയ്റ്റ് ഈസ്. ഓപ്ഷൻ എ 2 to 3%, ഓപ്ഷൻ ബി 0.1 to 0.2%, ഓപ്ഷൻ സി 1 to 1.5%, ഓപ്ഷൻ ഡി 4 to 5%. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2 to 3% ആണ് ടോട്ടൽ ഡ്രൈ മാറ്റർ റിക്വയർഡ് ഓഫ് കാറ്റിൽ ബേസ്ഡ് ഓൺ ബോഡി വെയ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഗോഡ്സ് ഫോർ നാച്ചുറൽ സർവീസ് ദ റേഷ്യോ ബക്ക് ടു ഡോസ് ഈസ്. ഇപ്പോൾ നാച്ചുറൽ സർവീസ് ആണെങ്കിൽ റേഷ്യോ ബക്ക് ടു ഡോസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 1:20, ഓപ്ഷൻ ബി 1:25, ഓപ്ഷൻ സി 1:5, ഓപ്ഷൻ ഡി 1:30. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1:20 ആണ്. ദ വൈറ്റമിൻ വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ എഗ്ഗിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ എ, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. ഇതിൽ വൈറ്റമിൻ സി ആണ് എഗ്ഗിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റോസ്റ്റിറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ വാസ് ഡെഫറൻസ്, ഓപ്ഷൻ ബി ലൈഡിംഗ് സെൽസ്, ഓപ്ഷൻ സി എപ്പിഡെർമിസ്, ഓപ്ഷൻ ഡി സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈഡിംഗ് സെൽസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ റുമിനൻസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ഈസ് ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി എനർജി, ഓപ്ഷൻ സി വോളട്ടൈൽ ഫാറ്റി ആസിഡ്സ്, ഓപ്ഷൻ ഡി അമിനോ ആസിഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വോളട്ടൈൽ ഫാറ്റി ആസിഡ് ആണ് റുമിനൻസിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഫ്രോസൺ സെമൻ ടു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് ഓപ്ഷൻ എ ഇൻസെമിനേഷൻ, ഓപ്ഷൻ ബി ഇജാക്കുലേഷൻ, ഓപ്ഷൻ സി പാസ്ചറൈസേഷൻ, ഓപ്ഷൻ ഡി തോയിങ്. അപ്പം ഓപ്ഷൻ ഡി തോയിങ് ആണ് കറക്റ്റ് ആൻസർ. തോയിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്രോസൺ സബ്സ്റ്റൻസിനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് തോയിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഫിഞ്ചർ മസിൽ സീൻ അറൗണ്ട് ദ ടിപ്പ് ഓഫ് ദി ടീത്ത് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഫ്രുസ്റ്റൻബർഗ് റോസെറ്റ്, ഓപ്ഷൻ ബി ടീത്ത് സിഫൺ, ഓപ്ഷൻ സി ടീത്ത് സിസ്റ്റേൺ, ഓപ്ഷൻ ഡി സ്ട്രിക് കനാൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഫ്രുസ്റ്റൻബർഗ് റോസെറ്റ് ആണ് സ്ഫിഞ്ചർ മസിൽസ് വിച്ച് ഈസ് സീൻ അറൗണ്ട് ദ ടിപ്പ് ഓഫ് ദി ടീത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഫോർ സൂനോട്ടിക് ഡിസീസസ്. ഏതാണിതിൽ സൂനോട്ടിക് ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്രൂസല്ലോസിസ്, ഓപ്ഷൻ ബി ആന്ത്രാക്സ്, ഓപ്ഷൻ സി ട്യൂബർകുലോസിസ്, ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എല്ലാം തന്നെ ബ്രൂസല്ലോസിസ്, ആന്ത്രാക്സ്, ട്യൂബർകുലോസിസ് ഇതെല്ലാം തന്നെ സൂനോട്ടിക് ഡിസീസാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൻ എക്സാമ്പിൾ ഫോർ എ ന്യൂട്രിയൻ വിച്ച് കണ്ടെയ്ൻ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് ആൻഡ് ഫൈബർ ഈസ് ഓപ്ഷൻ എ ഫാറ്റ്, ഓപ്ഷൻ ബി ലിപ്പിഡ്, ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റ്സ്, ഓപ്ഷൻ ഡി പ്രോട്ടീൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി കാർബോഹൈഡ്രേറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കാറ്റിൽ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കോട്ട്ലിഡൻസ് യുണൈറ്റ് ഫേംലി ടു ഫോം പ്ലാസൻറ്റ ബൈ അബൌട്ട് ഓപ്ഷൻ എ 30 to 36 days, ഓപ്ഷൻ ബി 22 days, ഓപ്ഷൻ സി 2 months, ഓപ്ഷൻ ഡി 5 to 6 months. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 22 days ആണ്. കാറ്റിൽ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കോട്ട്ലിഡൻസ് യുണൈറ്റ് ചെയ്തിട്ട് പ്ലാസൻറ്റ ഫോം ചെയ്യാനെടുക്കുന്ന സമയം 22 days. Next question, an example for a house-specific cell-limiting disease of poultry. Option A, Newcastle disease. Option B, coccidiosis. Option C, gapeworm. Option D, Merck's disease. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? കോക്സിഡിയോസിസ് ആണ് ഹോസ്റ്റ്-സ്പെസിഫിക് സെൽഫ് ലിമിറ്റിംഗ് ഡിസീസസ് ഓഫ് പോൾട്രി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അക്സസറി സെക്സ് ഓർഗൻ വിച്ച് കോൺട്രിബ്യൂട്ട് ഫ്രക്ടോസ് ആൻഡ് സിട്രിക് ആസിഡ് ടു ദ സെമൻ ഈസ് ഓപ്ഷൻ എ പ്രോസ്റ്റേറ്റ്, ഓപ്ഷൻ ബി സെമിനൽ വെസിക്കിൾ, ഓപ്ഷൻ സി ടെസ്റ്റീസ്, ഓപ്ഷൻ ഡി കോപ്പേഴ്സ് ഗ്ലാൻഡ്. അതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിളാണ്. എന്താണ്? സെമന് വേണ്ടിയിട്ടുള്ള ഫ്രക്ടോസും സിട്രിക് ആസിഡ്സും ഒക്കെ കൊടുക്കുന്ന അക്സസറി ഓർഗൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹെർബിവോഴ്സ് നോൺ റുമിനൻസ് ദ റഫേജസ് ആർ ഡൈജസ്റ്റഡ് ഇൻ. ഹെർബിവോഴ്സ് നോൺ റുമിനൻസിൽ റഫേജ് ഡൈജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ സീക്കം, ഓപ്ഷൻ ബി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഓപ്ഷൻ സി സ്റ്റൊമക്, ഓപ്ഷൻ ഡി റൂമൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സീക്കമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓർഗൻ വിച്ച് ഈസ് കാൾഡ് നെക്ക് ഓഫ് ദി വൂംബ്. നെക്ക് ഓഫ് ദി വൂംബ് എന്നറിയപ്പെടുന്ന ഓർഗൻ ഏതാണ്? ഓപ്ഷൻ എ യൂട്രസ്, ഓപ്ഷൻ ബി വജൈന, ഓപ്ഷൻ സി സെർവിക്സ്, ഓപ്ഷൻ ഡി വൾവ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെർവിക്സ് ആണ്. സെർവിക്സ് ആണ് നെക്ക് ഓഫ് ദി വൂംബ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ബ്രെയിൻ പ്രോപ്പർ ഈസ്. ബ്രെയിൻ പ്രോപ്പറിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡ്യൂറാമീറ്റർ, ഓപ്ഷൻ ബി മെനിഞ്ചസ്, ഓപ്ഷൻ സി അരാക്നോയിഡ്, ഓപ്ഷൻ ഡി പിയാമീറ്റർ. ഇതിൽ ഓപ്ഷൻ ഡി പിയാമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ പൗൾട്രി ബ്രീഡ് ഹാവിംഗ് യെല്ലോയിഷ് ബീക്ക്, സ്കിൻ, ഷാങ്ക് ആൻഡ് ടോസ്, single comb in males stands erect with 5 points and in females only the front points stand erect. Origin Italy, white earlobe. അപ്പോൾ ഇങ്ങനെ ഫീച്ചറുള്ള പൗൾട്രി ബ്രീഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൈറ്റ് ലെഗോൺ, ഓപ്ഷൻ ബി ഓസ്ട്രാലോ, ഓപ്ഷൻ സി
IR, ഓപ്ഷൻ ഡി ഗമ്മ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വൈറ്റ് ലെങ്കോൺ ആണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്? യെല്ലോയിഷ് ബീക്ക്, സ്കിൻ, ഷാങ്ക് ആൻഡ് ടോസ്, സിംഗിൾ കോമ്പിൻ മെയിൽ, സ്റ്റാൻഡേർഡ് വിത്ത് 5 points in female only. The front point സ്റ്റാൻഡേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇറ്റലിയാണ്. 5 ഇയർ ലോഗൊക്കെ കാണപ്പെടുന്ന പോർട്രേറ്റ് ബ്രീഡാണ് വൈറ്റ് ലെങ്കോൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ pH ഓഫ് വുമൻ ഈസ്. വുമൻ്റെ pH എത്രയാണ്? ഓപ്ഷൻ എ 1 to 2, ഓപ്ഷൻ ബി 5.8 to 6.8, ഓപ്ഷൻ സി 3 to 4, ഓപ്ഷൻ ഡി 7.4. സോ വുമൻ്റെ pH എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. 5.8 to 6.8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർട്ടിഫിഷ്യൽ വജൈന കറന്റ് യൂസ്ഡ് ഫോർ കളക്ഷൻ ഓഫ് സെമൻ ഫ്രം ബുൾ ഈസ്. ഓപ്ഷൻ എ ഡാനിഷ് മോഡൽ, ഓപ്ഷൻ ബി ഇംഗ്ലീഷ് മോഡൽ, ഓപ്ഷൻ സി റഷ്യൻ മോഡൽ, ഓപ്ഷൻ ഡി അമേരിക്കൻ മോഡൽ. ഇതിൽ ഓപ്ഷൻ എ ഡാനിഷ് മോഡലാണ് ദ ആർട്ടിഫിഷ്യൽ വജൈന കറന്റ് യൂസ്ഡ് ഫോർ കളക്ഷൻ ഓഫ് സെമൻ ഫ്രം ബുൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following acts as a bioindicator of air pollution? ബയോഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ ഏതാണ് താഴെ കാണുന്നതിൽ? ഓപ്ഷൻ എ ആൽഗെ, ഓപ്ഷൻ ബി ഫേൺ, ഓപ്ഷൻ സി ലൈക്കൻ, ഓപ്ഷൻ ഡി പൈനസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി ലൈക്കൻ ആണ് ബയോഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ഏതാണ്? ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി ഹീമോഫീലിയ, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. ഇതിലേതാണ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഹീമോഫീലിയ ആണ് സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടെൻഡൻ കണക്ട്സ്. നമ്മളിപ്പം കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുള്ളായിരുന്നു. ടെൻഡൻ എന്തായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ മസിൽ ടു മസിൽ, ഓപ്ഷൻ ബി ബോൺ ടു ബോൺ, ഓപ്ഷൻ സി മസിൽ ടു ബോൺ, ഓപ്ഷൻ ഡി മസിൽ ടു നെർവ്. ടെൻഡൻ കണക്ട്സ് മസിൽ ടു ബോൺ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗാനിസം ഹാവിങ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ്. പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻ എ ബാക്ടീരിയം, ഓപ്ഷൻ ബി പാരമീസിയം, ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ, ഓപ്ഷൻ ഡി യുഗ്ലീന. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, യുഗ്ലീനയാണ്. യുഗ്ലീന ഒരു പ്രോട്ടിസ്റ്റ് ആണ്. ഓക്കെ. ഇറ്റ് ഷോസ് ബോത്ത് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെൻറ്റ് ഈസ് നെസസറി ഫോർ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഷുഗർ ഇൻ പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിലെ ഷുഗർ ട്രാൻസ്ലൊക്കേഷൻ നെസസറി ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി ബോറോൺ, ഓപ്ഷൻ സി മാംഗനീസ്, ഓപ്ഷൻ ഡി മോളിബ്ഡിനം. ഇപ്പോൾ ഷുഗർ ട്രാൻസ്ലൊക്കേഷന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ബോറോൺ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓർഗാനിസം യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസർ ഈസ്. ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻ എ അസോള, ഓപ്ഷൻ ബി വോൾവോക്സ്, ഓപ്ഷൻ സി ഉലോത്രിക്സ്, ഓപ്ഷൻ ഡി ക്ലാമിഡോമോണോസ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന മൊസ്കിറ്റോ വീഡ് എന്നറിയപ്പെടുന്ന അസോളയാണ് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ് ഹോർമോൺസ് ഈസ് യൂസ്ഡ് ആസ് വീഡിസൈഡ്. വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ IAA, ഓപ്ഷൻ ബി NAA, ഓപ്ഷൻ സി കൈനറ്റിൻ, ഓപ്ഷൻ ഡി 2,4-D. ഇതിൽ 2,4-D ആണ് നമ്മൾ വീഡിസൈഡായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാൽവ് വിച്ച് ഗാർഡ്സ് ദ റൈറ്റ് ഏട്രിയോവെൻട്രിക്കുലർ അപ്പർച്ചർ ഇൻ ഹ്യൂമൻ ഹാർട്ട് ഈസ്. അപ്പം റൈറ്റ് ഏട്രിയോവെൻട്രിക്കുലർ അപ്പർച്ചറിനെ ഗാർഡ് ചെയ്യുന്നത് ഏത് വാൽവാണ് ഹ്യൂമൻ ഹാർട്ടിൽ നിന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെമി ലൂണാർ വാൽവ്, ഓപ്ഷൻ ബി ബൈക്കസ്പിഡ് വാൽവ്, ഓപ്ഷൻ സി ട്രൈക്കസ്പിഡ് വാൽവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പം ട്രൈക്കസ്പിഡ് വാൽവാണ് ദ വാൽവ് വിച്ച് ഗാർഡ്സ് ദ റൈറ്റ് ഏട്രിയോവെൻട്രിക്കുലർ അപ്പർച്ചർ എന്നറിയപ്പെടുന്നത്. ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ വാൽവ് അലോസ് ബ്ലഡ് ടു ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ അയോർട്ടർ. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് അയോർട്ടയിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവാണ് എന്തെന്ന് പറയുന്നത്? ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത് ദ വാൽവ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ദ അയോർട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിലുള്ള വാൽവാണ് എന്തെന്ന് പറയുന്നത്? അയോർട്ടിക് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ റൈറ്റ് ഏട്രിയോവെൻട്രിക്കുലർ അപ്പർച്ചർ ഇൻ ഹ്യൂമൻ ഹാർട്ട് ഈസ് ഏത് വാൽവാണ് ഗാർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ട്രൈക്കസ്പിഡ് വാൽവാണ്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഞാൻ മാക്സിമം ടോപ്പിക്സ് എല്ലാം തന്നെ നിങ്ങളെ കവർ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അത് സിലബസ് വൈസ് തന്നെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.